ഹഡിംബ ടെമ്പിളിൻ്റെ വീഡിയോ അവസാനിപ്പിച്ചെടുത്തു നിന്നാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. ഹഡിംബ ടെമ്പിളിൻ്റെ മുൻഭാഗത്തായി ഇതുപോലെ ഒരുപാട് കടകളുണ്ട്. ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് നല്ല വില പേശിക്കഴിഞ്ഞാൽ നല്ല വില കുറയും. ഇപ്പം നമ്മൾ ഓൾഡ് മണാലിയിൽ കൂടിയാണ് മനു ടെമ്പിളിലേക്ക് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അവരുടെ ട്രഡീഷണലായിട്ടുള്ള ഒരു ഉത്സവമോ പൂജയോ എഴുന്നള്ളത്തോ എന്തൊക്കെയോ ആണ്. ഇതിനെപ്പറ്റിയുള്ള വിശദമായ വീഡിയോ നമ്മൾ ചെയ്യാം. അതെന്തായാലും മണാലിയിലെ പഹാടികളുടെ ജീവിതം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ ഉൾപ്പെടുത്താം. ഇപ്പം നമ്മൾ ഇവിടുന്ന് മുന്നോട്ട് പോകുന്നത് മനു ടെമ്പിൾ കാണാനാണ്. മനു ടെമ്പിൾ കാണുന്നതിന് മുന്നേ മണാലിയിലെ പ്രശസ്തമായ സ്ഥലങ്ങൾ എന്തൊക്കെ കാണാമെന്ന് പറഞ്ഞ് നമ്മളൊരു സീരീസ് പോലെയാണ് വീഡിയോ ചെയ്യുന്നത്. അതിൽ ഹഡിംബ ടെമ്പിൾ നമ്മൾ ഓൾറെഡി ചെയ്തു. അതിനുശേഷം വശിഷ്ഠിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടില്ലെങ്കിൽ അതുകൂടി കണ്ടു നോക്കാം. മണാലിയിൽ നിന്ന് ഓൾഡ് മണാലിയിൽ കൂടി ഏകദേശം 3 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് മനു ടെമ്പിളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത്. മനു ടെമ്പിളും ഓൾഡ് മണാലിയും, അതായത് ഓൾഡ് മണാലിയിൽ കൂടിയാണ് നമ്മൾ മനു ടെമ്പിളിലേക്ക് വരുന്നത്. സോ ഇത് രണ്ടും കൂടി ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. മനു ടെമ്പിളാണ് മണാലിയിലെ ഏറ്റവും ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ട്. അങ്ങനെ പറയാൻ കാര്യം, മനു ആലയയിൽ നിന്നാണ് മണാലി ഉണ്ടായത്. ഹിന്ദു മിത്തോളജി അനുസരിച്ച് ആദ്യത്തെ മനുഷ്യൻ മനുവാണ്. മനു ഭൂമിയിലേക്ക് വന്നത് മണാലിയിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണ് മണാലി എന്ന് പറയുന്ന പേരും എല്ലാം ഉണ്ടായത്. അപ്പം മണാലിയിൽ വന്നു കഴിഞ്ഞാൽ മനു ടെമ്പിൾ കാണാണ്ട് പോകരുത്. പഗോഡ സ്റ്റൈൽ ആർക്കിടെക്ചറിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പഴയ ക്ഷേത്രം പുതുക്കി പണിഞ്ഞ നിലയിലാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത്. മണാലിയിൽ എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന കൺസ്ട്രക്ഷൻ രീതിയിലാണ് ഈ ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യം കുറേ കല്ലുകൾ അടുക്കിയ ശേഷം അതിന് മുകളിലായി തടി വെച്ച് വീണ്ടും കല്ലുകൾ അടുക്കി വീണ്ടും തടി വെച്ച് അങ്ങനെയാണ് ഈ ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നത്. മനുസ്മൃതി എഴുതിയിരിക്കുന്ന മനു എന്ന മഹർഷിക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇന്ത്യയിലെ ഏക ക്ഷേത്രമെന്ന് കരുതപ്പെടുന്നു. 1992 മാർബിൾ ഫ്ലോറിംഗ് ഒക്കെ കൊടുത്ത് ഈ ക്ഷേത്രം ഇപ്പോൾ കാണുന്ന രീതിയിൽ പുതുക്കി പണിഞ്ഞതാണ്. വരുമാന മാർഗത്തിനായി മണാലിക്കാർ പ്രധാനമായി കൃഷി കഴിഞ്ഞാൽ ടൂറിസത്തെയാണ് ആശ്രയിക്കുന്നതെന്ന് തോന്നുന്നു. വഴിയരികിലൊക്കെ ഇതുപോലെ ധാരാളം പഴങ്ങൾ വിൽക്കുന്ന സ്ത്രീകളെ നമുക്ക് കാണാം. വില ചോദിച്ചു മനസ്സിലാക്കിയ ശേഷം മാത്രം വാങ്ങുക. ഇവരോടൊക്കെ അധികം വില പേശുന്നത് നല്ലതല്ല. എന്തെന്ന് പേരെന്തെന്ന്? ജപ്പാൻ नाम मुझे अभी तक जापानी फल। जापानी फल। आपका नाम क्या है? मेरा नाम हरमीन। नहीं देना। अच्छा जापानी फल। മണാലിയിൽ ഷോപ്പിങ്ങിനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ എല്ലാം വശങ്ങളിലായി ധാരാളം ഇതുപോലെ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. ഓൾഡ് മണാലി ഷോപ്പിങ്ങിന് പ്രശസ്തമാണ്. മനു ടെമ്പിളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് ഓൾഡ് മണാലി ഉള്ളത്. ആ സ്ട്രീറ്റിൻ്റെ പേരാണ് ഓൾഡ് മണാലി. ഇവിടെ ധാരാളം സാധനങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വൂളൻ ക്ലോത്തുകൾ, ഡ്രീം ക്യാച്ചറുകൾ, ലെതർ ചെരുപ്പുകൾ, ബാഗുകൾ, മഞ്ഞിലെ സാഹസിക വിനോദങ്ങൾ ചെയ്യാനുള്ള ഐറ്റംസ്, ഭക്ഷണം കഴിക്കാൻ ധാരാളം കഫേകൾ, അതിൽ മലയാളി കഫേകളും ഇവിടെ ധാരാളമുണ്ടെന്ന് പറഞ്ഞു കേട്ടു. സാധനങ്ങളുടെ വില നിങ്ങളുടെ വിലപേശാനുള്ള കഴിവ് പോലെ ഇരിക്കും. നല്ലപോലെ വിലപേശിയാൽ നല്ലപോലെ സാധനങ്ങൾക്ക് വില കുറയാൻ സാധ്യതയുണ്ട്. ഹിന്ദി നല്ലപോലെ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞാൽ വിലയിൽ നല്ല വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ വിൽക്കപ്പെടുന്ന പല സാധനങ്ങളും ഒറിജിനൽ ആവണമെന്ന് നിർബന്ധമില്ല. അതൊക്കെ നല്ലപോലെ അറിയാമെങ്കിൽ മാത്രം മേടിക്കുക. ഉദാഹരണം, കുങ്കുമപ്പൂ ഒക്കെ എല്ലായിടത്തും കിട്ടും, ഒറിജിനൽ ആവണമെന്നില്ല. മണാലിയിലെ അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരാം. ബൈ ബൈ.